കർത്താവിന്റെ വിശുദ്ധ സന്നിധിയിൽ ഈ സന്ധ്യാസമയം ഒരുമിച്ച് കൂടുവാൻ മഹാദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപയോർത്ത് കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Ephesians chapter 4 verses 17 to 24. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നതെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളി. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവിനെ പാട്ടുപാടി സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ പറയാനൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മുടെ നല്ല ശബ്ദം എടുത്ത് പറയണം. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ പാട്ട് പാടുമ്പോൾ ഞരങ്ങിക്കൊണ്ട് പാടുന്നവരാകരുത്. നമ്മുടെ നല്ല ശബ്ദം പാട്ടിനകത്തിൽ ദൈവത്തിന് കൊടുക്കണം. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ അങ്ങനെ പ്രത്യേക തരത്തിൽ പാടുന്നവരാണ് ദൈവമക്കൾ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ അനുഗ്രഹം ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ശക്തിയും ശബ്ദവും ഒക്കെ എടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ ഒരു നികത്താൻ പറ്റാത്തൊരു പോരായ്മയാണ്. അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ശക്തിയോടെ പാടുന്നവരായിരിക്കണം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സാമുദായിക സഭകളിലൊക്കെ അവിടെ ചിലപ്പോൾ ഒരു 2000 പേര് കാണും അവിടുത്തെ ഒരു ആരാധനയ്ക്ക് ഇരിക്കാൻ. പക്ഷേ നമ്മുടെ സഭയിലെ 50 പേരുടെ ആ പാട്ട് ആ 2000 പേരെക്കാട്ടിൽ ശബ്ദത്തിലുള്ളതാണ് സാധാരണ. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രത്യേകതയാണത്. നമ്മുടെ ശബ്ദം ദൈവത്തിനുള്ളത്, നമ്മുടെ ആരോഗ്യം ദൈവത്തിനുള്ളത്. പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞേക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ആ പൂർണ്ണ ശക്തി ദൈവത്തെ പാടി സ്തുതിക്കുമ്പോഴാണ് അത് ശരിക്കും പ്രകടമാക്കേണ്ടത്. കർത്താവിന്റെ സ്തോത്രം. പെന്തക്കോസ്തിന്റെ പ്രത്യേകത, നമ്മളാരും വന്നിരുന്നിട്ട് പോകുന്നവരല്ല. നമ്മുടെ പഴയ ആളുകള് പണ്ടിരിക്കുക പറഞ്ഞ പോലെ വന്നോണം, നിന്നോണം, കണ്ടോണം, കൊണ്ടോണം, പൊക്കോണം. സോ ഇങ്ങനെയുള്ളവരല്ല നമ്മള്. നമുക്കൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എല്ലാത്തിനും നമുക്ക് പങ്കാളിത്തമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാധനയാണ്, പ്രസംഗമൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ആ പ്രസംഗത്തിനകത്ത്, ആ ആരാധനയ്ക്കകത്തിൽ നമുക്ക് എല്ലാം പങ്കാളിത്തമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഈ പ്രസംഗത്തിനകത്തും ഒത്തിരി ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ദൈവ സഭയോട് പറയുന്ന ഒരു കാര്യം, ഈ സ്നാനപ്പെടുന്ന സമയത്ത് ദൈവമക്കളോടെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം. എന്നാൽ ഈ സ്നാനപ്പെടുന്ന സമയത്ത് പറഞ്ഞ കാര്യം എല്ലാരെയും പഠിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൗലോസ് സ്നാനപ്പെടുത്തി വിട്ടെങ്കിലും 10-20 കൊല്ലം കഴിഞ്ഞിട്ടും പൗലോസ് നോക്കിയപ്പോൾ ആ പഴയ മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അത് യേശുവിന്റെ രക്തത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടാണോ, പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ, അതോ നമ്മളൊക്കെ അത് വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാണോ? അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വിഷയം ആ പഴയ ഉടുപ്പ് ഉരിഞ്ഞ് കളയണം. നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നവർക്ക് ഈ പഴയ ഉടുപ്പ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് എന്റെ ബാല്യകാലത്തിലൊക്കെ ഉണ്ട് പഴയ ഉടുപ്പ്. കാരണം ആകെ 2 ഉടുപ്പേ അന്ന് കാണത്തുള്ളൂ. അതിലൊന്ന് പഴയ ഉടുപ്പും മറ്റേത് പുതിയ ഉടുപ്പും. ഈ പഴയ ഉടുപ്പ് അറിയാൻ ഒരു പ്രയാസവും ഇല്ല. അത് മുഴുവൻ നരച്ച് കരിപ്പന് പഠിച്ച് അവിടെ ഇവിടെയൊക്കെ കഥയും പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന വെള്ളമാണ് ആ പഴയ ഉടുപ്പ്. അത് നമ്മള് അധികം താമസിക്കാതെ നമ്മൾ അതങ്ങ് കളയും. പിന്നെ പുതിയ ഉടുപ്പ് എപ്പോഴും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. കല്യാണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. ആ സമയത്തൊക്കെ ആണെങ്കിൽ നേരത്തെ എല്ലാം ഈ കോട്ടനെ ഉള്ളായിരുന്നു. പിന്നീടാണ് നമുക്ക് ഇങ്ങനെ ടെറി കോട്ടനും ടേർലിനും ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ മോഡൽസ് ഒക്കെ വന്നത്. അതാവുമ്പോൾ പിന്നെ പഴയതും നമ്മുടെ കോട്ടന്റെ കൂട്ട് അങ്ങനെ എളുപ്പം നരക്കത്തും ഒന്നുമില്ല എന്നൊരു സ്ഥിതി വന്നത്. അതുകൊണ്ട് ഇപ്പൊ ഈ കാലത്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ സഹോദരന്മാർക്ക് 50 ഉടുപ്പുണ്ട്, 50 എണ്ണവും പുതിയ ഉടുപ്പാണ്. പഴയതൊന്നും ഇപ്പൊ ആർക്കും
ഇല്ല. എന്നാൽ ഈ ദൈവദാസൻ നമ്മോട് പറയുക, ആ പഴയ ഉടുപ്പം കുരിഞ്ഞ് കളയണം. കർത്താവിന് സ്തോത്രം. ആ പണ്ടത്തെ ഉടുപ്പ് മാറിയതേ ഉള്ളൂ, പക്ഷെ പഴയ ഉടുപ്പ് ഇപ്പോഴും കളഞ്ഞിട്ടില്ല എന്നൊരു കംപ്ലൈന്റ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഈ പഴയ ഉടുപ്പ്? ഞാൻ ഈ തവണ ഈ ജൂലൈ മാസത്തിൽ നാട്ടിൽ ചെന്നു. എന്റെ തൊട്ടടുത്തൊരു കച്ചവടക്കാരനായ ഒരു അച്ഛനുണ്ട്, ഒരു ജോയിച്ചാനുണ്ട്. ജോയിച്ചാന്റെ ഉടുപ്പ് മിക്കവാറും എപ്പോഴും ഈ പഴയ ഉടുപ്പ് പോലെ ആയിരിക്കുന്നു. അപ്പൊ ഇത്തവണ ഞാൻ ചെന്നപ്പോ നോക്കിയപ്പോ ഒരു നല്ല നല്ല പുത്തൻ ഉടുപ്പ് ജോയിച്ചാനിട്ടേക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ജോയിച്ചാനാകെ മാറി. കാരണം മൂത്ത മോള് അമേരിക്കയിൽ കുടുംബം, പിന്നെ രണ്ടാമക്കളുള്ള രണ്ടുപേരും കുവൈറ്റിൽ, അവരുടെ ഭാര്യമാരും കുവൈറ്റിൽ, കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോയിച്ചാൻ ഉടുപ്പിനും വ്യത്യാസം വന്നു. പക്ഷെ ഒന്നാം ദിവസം നോക്കി ആ പച്ച ഉടുപ്പ്, അല്ല ആ ബ്ലൂ ഉടുപ്പ്, രണ്ടാം ദിവസവും ബ്ലൂ ഉടുപ്പ്, മൂന്നാം ദിവസവും ആ ബ്ലൂ ഉടുപ്പ് തന്നെ, നാലാം ദിവസവും ബ്ലൂ ഉടുപ്പ്, അഞ്ചാം ദിവസം, ആറാം ദിവസമായി, ഏഴാം ദിവസമായപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോൾ മേളത്തെ ബ്ലൂവും താഴത്തെ ബ്ലൂവും തമ്മിൽ വ്യത്യാസങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. 8-ാം ദിവസമായി, 15-ാം ദിവസമായപ്പോഴും അച്ഛൻ ആ ബ്ലൂ ഉടുപ്പ് മാറ്റിയിട്ടില്ല. അപ്പോഴത്തേന് അതിന്റെ നല്ല ഭാഗത്തെ കളറും പോയി. അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛാ ഞാൻ ഇപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ വിദ്യാഭ്യാസമുള്ളവർ സംസാരിക്കുന്ന സന്തോഷം, അതുപോലെ തന്നെ ആ പാവപ്പെട്ട ആളുകളോട് സംസാരിക്കുന്ന എനിക്ക് വലിയ സന്തോഷം. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനോട് സംസാരിച്ചു, അച്ഛാ ഈ ഉടുപ്പ് മാറേണ്ട സമയങ്ങളിൽ അതിനൊന്നും നേരമില്ലെന്ന്. പുള്ളിക്കാരനെ കൊണ്ട് വലിയ കഴമ്പൊന്നുമില്ല, പക്ഷെ പുള്ളി പറയും ഉടുപ്പ് മാറാൻ പുള്ളിക്ക് നേരമില്ലെന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ഞാൻ ആവുന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പൊ പുള്ളിക്ക് അത് സീരിയസ് അല്ല. പുള്ളി പറഞ്ഞു ഓ എന്നാ പറയുന്നത്. കർത്താവിന് സ്തോത്രം. അങ്ങനെയുള്ള നമ്മുടെ ദൈവമക്കളുടെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട് ഈ പഴയ ഉടുപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഓ എന്ന് പറഞ്ഞ് ഇരിക്കുന്നവര്. അതിനൊരു വ്യത്യാസം വരണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത്. കർത്താവിന് സ്തോത്രം. എന്താണ്? ഹല്ലേലൂയ. അതപ്പം പിന്നെ ഞാൻ പറയുമ്പോ ഇപ്പൊ പുരുഷന്മാരെ മാത്രമല്ല സഹോദരിമാരെ ഉൾപ്പെടുത്തിയാണ്. കർത്താവിന് സ്തോത്രം. ചില ആളുകളൊക്കെ പ്രസംഗിക്കും പറയും, ഞാൻ നിങ്ങളുടെ ആരുടെയും കാര്യമല്ല പറയുന്നത്, അങ്ങ് ദൂരെയുള്ളവരുടെ കാര്യമാണ്. ഞാൻ ദൂരെയുള്ളവരുടെ കാര്യമേ അല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യം തന്നെ പറയുന്നത്. വേറെ ദൂരെയുള്ളവരുടെ കാര്യം ഒന്നും പറയുന്ന സ്വഭാവമിരിക്കില്ല. എല്ലാം നമ്മുടെ കാര്യമാണ്, എന്റെയും കൂടെ കാര്യമാണ് പറയുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുതേ. അപ്പോൾ ജാതികളുടെ ഉടുപ്പ്, അതിന്റെ പ്രത്യേകത എന്താണ്? വ്യർത്ഥ ബുദ്ധി, ഫ്യൂട്ടൈൽ, കഴമ്പില്ലാത്ത, അവരുടെ ബുദ്ധി കഴമ്പില്ലാത്ത ബുദ്ധിയാണ്. ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകതയാണ്, ഈ ശരീരത്തിന് വളരെ പ്രാധാന്യമുണ്ട്, ഈ ബുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട്, ഈ മനസ്സിന് വളരെ പ്രാധാന്യമുണ്ട്, നമ്മുടെ ആത്മാവിന് അതിലെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. ഈ ദൈവം സൃഷ്ടിച്ചത് യാതൊന്നും വില കുറഞ്ഞതല്ല. ആ പഴയ ഉടുപ്പാണ് ഇത് വില കുറഞ്ഞതാക്കുന്നത്. ആ പഴയ ഉടുപ്പ് കളഞ്ഞാൽ ഇത് മുഴുവൻ വില കൂടിയതാണ്. കർത്താവിന് സ്തോത്രം. ഇതുപോലെ വില കൂടിയത് ഒന്നും ഈ ലോകത്തിലില്ല. മഹാദൈവം തന്റെ സൃഷ്ടികളിലേക്കും ഏറ്റവും ശ്രേഷ്ഠമായി, നമ്മുടെ മലയാള ഭാഷയിൽ നമ്മുടെ പാസ്റ്റർമാര് പ്രസംഗിക്കുന്ന സൃഷ്ടികളുടെ മകുടമായിട്ട്, അത്ര കൊള്ളാവുന്നതായിട്ടുണ്ടാക്കിയ ഒരു ശരീരമാണിത്. ഇതിനകത്തിലെ ഓരോ പാർട്ടും വളരെ മഹാത്മ്യമുള്ളതാണ്, ദിവ്യമായതാണ്, ശ്രേഷ്ഠമായതാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ് ജാതികളുടെ. അപ്പൊ അന്ന് വരെ ലോകത്തിൽ 2 ജാതിയേ ഉള്ളായിരുന്നു, യഹൂദനും ജാതി. ഇപ്പോൾ പൗലോസ് പറഞ്ഞു ഇപ്പൊ 3ാമൊരു ജാതികളുണ്ട്, യഹൂദനും യവനനും ക്രിസ്ത്യാനി, ദൈവപൈതൽ, വിശ്വാസി, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കർത്താവിന് സ്തോത്രം. അതൊരു 3ാമത്തെ ജാതി ഈ ലോകത്തിൽ സൃഷ്ടിച്ചെടുത്ത ഒന്നാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനാണ് നമ്മുടെ എം. ചെറിയ സാർ പാടി ഇതുപോലൊരു ജാതി ഉണ്ടോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ 3ാമതൊരു ജാതി. അപ്പോൾ ഈ 3ാമത്തെ ജാതിയോട് പറയുക, മറ്റേ ജാതിയുടെ ഒന്നും ഉടുപ്പ് ഇടരുത്. കർത്താവിന് സ്തോത്രം. ആ ജാതിയുടെ ഉടുപ്പൊന്നും ഈ ജാതി
ഇടരുത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഫിലദൽഫിയയിൽ ജീവിക്കുന്ന ദൈവമക്കളോട് പറയാ, ഫിലദൽഫിയക്കാരന്റെ ഉടുപ്പൊന്നും നിങ്ങൾ ഇടരുത്. കർത്താവിന് സ്തോത്രം. ആ ഉടുപ്പ് നമുക്ക് പറ്റിയതല്ല, അതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയതല്ല ആ ഉടുപ്പ്. അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരനിടുന്ന ഉടുപ്പ് പിന്നെ ഇവിടെ പോയി ഉടുപ്പ് മേടിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അത് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരന്റെ ഉടുപ്പ് ദൈവ പൈതലേ നീ ഇടരുത്. ഹല്ലേലൂയ. കാരണം ആ ഉടുപ്പിന്റെ പേര് അത് വ്യർത്ഥ ബുദ്ധിയാണ്, അത് ഫ്യൂട്ടൈലാണ്. അവന്റെ തലയ്ക്കകത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ അറിയാത്തവന്റെ തലയ്ക്കകത്തിൽ ഒന്നുമില്ല, ഫ്യൂട്ടൈലാണ്. അവന്റെ വ്യർത്ഥമായ ബുദ്ധിയാണ്, വ്യർത്ഥമായത്, നത്തിങ്നെസ്. അത് അർത്ഥമില്ലാത്തതാണ്, കഴമ്പില്ലാത്തതാണ്, കൊള്ളാത്തതാണ്, ഫലകരമല്ലാത്തതാണ്, പ്രയോജനമില്ലാത്തതാണ്. അതുകൊണ്ട് ആ ബുദ്ധിയാണ് അവനെ നടത്തുന്നത്. അത് നിങ്ങളെ നടത്തരുത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങളിൽ നടക്കില്ല. അവർ അന്ധബുദ്ധികളായ, അടുത്ത പദം പറയാം, വ്യർത്ഥബുദ്ധിയാണ്. അടുത്ത പറയുന്നു അവർ അന്ധബുദ്ധിയാണ്. വല്ലാത്ത പദങ്ങളാണ് അവരെ കുറിച്ച് പറയാം. അവർ അന്ധബുദ്ധിയാണ്. കർത്താവിന്റെ സ്തോത്രം. അവരുടെ അജ്ഞാന നിമിത്തം, ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു പോയവർ. അതാണ് അവരുടെ പ്രശ്നം. ജീവൻ എവിടെയുള്ളൂ? ഈ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ ജീവൻ. അപ്പോൾ ഈ ദൈവജീവനിൽ അകന്നു പോകുന്നവർക്ക് ആർക്കും ജീവനില്ല. അതുകൊണ്ടാണ് അവരുടെ ബുദ്ധി വ്യർത്ഥ ബുദ്ധിയായത്. പിന്നെ അവർക്ക് അജ്ഞാനം, അവർക്ക് അറിവില്ല, അവർ അന്ധബുദ്ധികളാണ്. അവർക്ക് ബ്രെയിൻ ഉണ്ട്, അവർക്ക് IQ കുറവൊന്നും കാണത്തില്ല. 4 വെട്ടൊന്നും നമ്മൾ പറയുന്ന പോലെ തന്നെ അവർക്കും പറയാൻ കഴിയും. പക്ഷേ അതിന്റെ കാതൽ, അതിന്റെ റൂട്ടിനകത്ത് അന്ധത ബാധിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അവർ അന്ധബുദ്ധികളായി. അതിന്റെ കാരണം എന്താണ്? അവരുടെ ഹൃദയ കാഠിന്യം. അവരുടെ മനസ്സ് വളരെ കഠിനമായ ഒന്നാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഭയങ്കര കട്ടിയാണോ? നമ്മുടെ നാടൻ ഭാഷ നമ്മൾ പറയുന്നത് തൊലിക്കട്ടി. അപ്പൊ തൊലിക്കട്ടി കൂടുതലാന്ന് പറയുന്ന പോലെ പറയുന്നത്. അവരുടെ മനസ്സിനകത്തെ കട്ടി ഭയങ്കര കൂടുതലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ സെൻസേഷൻ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ചില പ്രായമായ ആളുകൾ ചിലപ്പോൾ പ്രായമാകുമ്പോൾ അവരുടെ തൊലിക്കൊക്കെ കട്ടിയങ്ങ്, പിള്ളേരുടെ തൊലി എന്ന് പറയുന്നത് കട്ടി വളരെ. അതുകൊണ്ടാണ് ഈ ചെറുപ്പത്തിൽ ചിക്കൻ പോക്സ് ഉണ്ടായാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അന്നേരം കാരണം ഇപ്പോൾ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് അതിങ്ങനെ ഉടുന്ന് വീർത്ത് വന്നു. അതുകൊണ്ട് വലിയ ആഘാതങ്ങളൊന്നും ശരീരത്തിൽ ഏൽക്കാതെ ആ അസുഖം അങ്ങ് പോകും. സ്കിൻ കട്ടിയായി കഴിഞ്ഞ് ചിക്കൻ പോക്സ് ഉണ്ടായ വയസ്സാം കാലത്ത് ഉണ്ടായാലും അയ്യോ അതിന്റെ കാഠിന്യം ഭയങ്കരമാണ്. കാരണം എന്താണ്? സ്കിൻ വളരെ ഹാർഡാണ്. നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിൽ കൊതു നമ്മുടെ ഇവിടെ കുടിഞ്ഞിരുന്ന് പറക്കുമ്പോഴേ നമുക്കറിയാം കൊതു പറക്കുന്നത്. ചിലരുടെ കയ്യിൽ കൊതു വന്ന് കുത്തി ഇറക്കിയാലും രക്തം കുടിച്ചാലും അറിയത്തില്ല കൊതു വന്ന് കുത്തിയെന്ന്. അതെന്താ കാര്യം? അത്രയ്ക്ക് തൊടി അങ്ങ് ഹാർഡായി പോയി. അപ്പോൾ കട്ടി വളരെ കൂടുതലായി എന്ന് പറഞ്ഞ പോലെ പറയുകയാണ്. ഈ മനുഷ്യരെ ഈ ഒരു കുഴപ്പം എന്താണ്? അവരുടെ ഹൃദയം കാഠിന്യമായി പോയി. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ആ സെൻസേഷൻ ഇല്ലാതെ പോകുന്നു. എങ്ങോട്ടുള്ള സെൻസേഷൻ? ദൈവജീവനുമായിട്ടുള്ള സെൻസേഷൻ, മഹാദൈവത്തിന്റെ ജീവനിലേക്കുള്ളതായ ആ സെൻസേഷൻ അവരുടെ ഹൃദയത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞാൽ കേൾക്കാനുള്ള കഴിവിപ്പം ഇല്ല. കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവില്ല. ദൈവം എടാ മോനെ നിനക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ പറ്റുന്നില്ല, അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കാൻ പറ്റാതെ വണ്ണം കഠിനപ്പെട്ടു പോയതായ ഒരു ഹൃദയം. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ. അപ്പോൾ ദൈവജീവനിൽ അകത്ത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടാകുന്നു? അത്യാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത്യാഗ്രഹം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ, വേണ്ടാത്ത ആഗ്രഹങ്ങൾ.
ഇത് നിനക്ക് ആവശ്യമുള്ളതല്ല, എന്നാലും ഒരു ഭയങ്കര ആഗ്രഹം അതെനിക്ക് വേണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ വേണ്ടാത്ത ആഗ്രഹം ഉണ്ടാകുന്നത് ആർക്കാണ്? ആ മനം തഴമ്പിച്ചു പോയവർക്ക്. മനം തഴമ്പിച്ചു കഴിഞ്ഞാൽ അത്യാഗ്രഹം ഉണ്ടാകുന്നു. ഈ അത്യാഗ്രഹം ഉണ്ടാകുമ്പോൾ ദൈവവചനത്തിൽ അത് ഉണ്ടാകത്തില്ല. കാരണം എന്താണ്? കർത്താവിന്റെ ബോധം അവൻ ഉണ്ടാകുന്നു. വേദപുസ്തകത്തിലെ ദൈവവചനത്തിലെ പ്രത്യേകത എന്താണ്? അവൻ സംതൃപ്തനാണ്. അവന്റെ പ്രത്യേകത എന്താണ്? അവൻ സംതൃപ്തി ഉള്ളവനാണ്. അവൻ രാവിലെ ഒരു സ്പൂണ് കഞ്ഞി കുടിച്ചാലും ആ കഞ്ഞിയുടെ ടേസ്റ്റ് അവന്റെ നാക്കയിലൊക്കെ ശരിക്ക് കയറി പിടിക്കുന്നുണ്ട്. ചിലര് പിന്നെ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചാലും ചവറ് തിന്നുന്ന പോലാണ് തിന്നുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ബന്ധുക്കൂട്ടുകാരൻ ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഹൈദരാബാദിൽ പോകുമായിരുന്നു ബിരിയാണി തിന്നാൻ വേണ്ടി. അവസാനം പോലീസ് പിടിച്ചു. എങ്ങനെയാണ് ഇതിന് പൈസ ഉണ്ടാക്കുന്നത്? അത് ബാങ്ക് കൊള്ളയടിക്കുമായിരുന്നു. ഇപ്പൊ ജയിലിൽ കിടക്കുവാണ് കുറെ നാളായിട്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ള കുഴച്ചിലുകളിൽ ചെന്ന് വിടുക. വേണ്ടാത്ത ആഗ്രഹം. ഹല്ലേലൂയ. ഞാൻ കുറച്ച് 10-20 ദിവസം കഴിക്കാതിരുന്നിട്ട് ആദ്യമായിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ ടേസ്റ്റ് ആണെന്നറിയാമോ? സിമ്പിൾ സാധനങ്ങൾക്ക് വരെ ഭയങ്കര ടേസ്റ്റാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതിപ്പം മാറത്തില്ല. അതുകൊണ്ട് ദൈവവേദനോട് പറയാ, ദൈവവേദലിന് സംതൃപ്തി ഉണ്ടെങ്കിൽ, അത്യാർത്തി ഇല്ലെങ്കിൽ, കഴിക്കുന്ന ഏത് സാധനവും അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ് ഓരോ വായിക്കും തമ്പുരാന് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയും. ഈ വേദപുസ്തകത്തിൽ അതേ പദം പറഞ്ഞിട്ടുണ്ട്, സന്തോഷത്തോടെ സ്തുതി പറഞ്ഞുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അത് ദൈവഭക്തിയുടെ ഭാഗമാണത്. കർത്താവിന് സ്തോത്രം. എന്നാൽ വേറെ ചിലരുടെ കാര്യം പറയാണ്, അവർക്ക് കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ഒന്നും ഒരു തൃപ്തിയില്ല. അങ്ങേപ്പുറത്ത് അമ്പിളിയമ്മാവൻ ഇരിപ്പുണ്ട്, അതിനെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അത് ഹൃദയകാഠിന്യം കൊണ്ടാണ്, അത് അത്യാർത്തിയാണ്. എന്തിനാ? അത് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ഈ അത്യാഗ്രഹത്തിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐഡോളട്രി, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഹല്ലേലൂയ. അപ്പോൾ ഈ അത്യാഗ്രഹിക്ക് ഒരു വിഗ്രഹമാകത്തിരിപ്പുണ്ട്. ദൈവമല്ലാകത്തിരിക്കുന്നത് ഒരു വിഗ്രഹമാകത്തിരിപ്പുണ്ട്. അപ്പോൾ ഏത് വിഗ്രഹത്തിനും യാഗപീഠവും ഉണ്ട്. അതിന്റെ യാഗം അവിടെ കഴിച്ചെങ്കിലേ ആ വിഗ്രഹം പ്രസാദിക്കത്തുള്ളൂ. അത്യാഗ്രഹിയുടെ അകത്ത് ഒരു വേറെ വിഗ്രഹം കയറിയിരിപ്പുണ്ട്. അപ്പൊ ആ വിഗ്രഹത്തിന് വേണ്ട സാധനങ്ങൾ കൊടുത്തെങ്കിലേ തൃപ്തി വരുത്തുള്ളൂ. ദൈവവേദിലെ തൃപ്തി ഇല്ലെങ്കിൽ ഓർത്തോണം, വേറെ ഒരുത്തിന് അകത്തിരിപ്പുണ്ട്, അതുകൊണ്ട് ആ തൃപ്തി ഇല്ലാത്തത്. ദൈവമാണ് അകത്തിരിക്കുന്നതെങ്കിൽ തൃപ്തി ഉണ്ടായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും, എല്ലാത്തിനും നന്ദി പറയാൻ തക്കവണ്ണം ഗ്രാറ്റിറ്റ്യൂഡ്, ദൈവത്തോട് നന്ദിയുള്ള ഒരു ഹൃദയം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതിന് കേട് വരുമ്പോഴാണ് മറ്റേതുണ്ടാകുന്നത്, ആർത്തി ഉണ്ടാകുന്നു, അത്യാർത്തി ഉണ്ടാകുന്നു, ആവശ്യമില്ലാത്തതൊക്കെ വേണമെന്ന് തോന്നുന്നു. ഈ ഫിലദൽഫിയയിലുള്ള ഒത്തിരി സാധനങ്ങൾ എനിക്ക് വേണ്ടാത്തതാണ്. അതിൽ നല്ലൊരു ഭാഗവും എനിക്ക് ആവശ്യമുള്ളതേ അല്ല. എനിക്കതൊന്നും മേടിക്കണമെന്നോ എടുക്കണമെന്നോ എന്റെ വീട്ടിൽ കൊണ്ടുവെക്കണമെന്നോ ഒരാഗ്രഹവും എനിക്കില്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടത് എന്താണെന്നും വേണ്ടാത്ത എന്താണെന്നും കുറെ ബോധം എനിക്കുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്, അവർക്ക് അത്യാർത്തിയില്ല, അത്യാഗ്രഹമില്ല. കാരണം അവരുടെ അകത്ത് ഐഡലില്ല, വിഗ്രഹമില്ല. അകത്ത് വേറെ വിഗ്രഹം വരുമ്പോഴാണ് അത്യാർത്തി. അതിന്റെ ആർത്തിയാണ് ആ വരുന്നത്. ഈ ദൈവം അത്യാഗ്രഹത്തിന്റെ ദൈവമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്റെ മക്കളെ പാട്ടും പാടി നടത്തുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. 24 മണിക്കൂറും തന്റെ മക്കളെ പാട്ടും പാടി നടത്തുന്ന ഒരു ദൈവമാണ് ഈ ദൈവം.
അതില്ലേ ഇതില്ലേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാനോ കൊഞ്ചിക്കൊണ്ടിരിക്കാനോ ഉള്ള സ്വഭാവം ഈ ദൈവത്തിന്റെ പക്കലില്ല. ഈ ദൈവത്തിന് അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെയുള്ള വല്ലതും ഉണ്ടെങ്കിൽ ആ പഴയ ഉടുപ്പ് അത് ഉരിഞ്ഞു കളയണം. പക്ഷെ ദൈവമക്കള് നമ്മൾ സമ്മതിക്കണം, അത്ര ഈസിയുള്ള കാര്യമല്ല. എന്തുവാ ഈ ആ പഴയ ഉടുപ്പ് ഉരിഞ്ഞു കളയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുവാണ് ഈ പഴയ ഉടുപ്പെന്ന് പറഞ്ഞാൽ? പഴയ ഉടുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. എല്ലാ മനുഷ്യർക്കും അവരവരുടെ പേഴ്സണാലിറ്റി ഉണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പേഴ്സണാലിറ്റിയെയാണ് എന്ത് പറയുന്നത്? പഴയ ഉടുപ്പ്, പഴയ മനുഷ്യൻ. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി ഉരിഞ്ഞു കളയാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പെയിൻഫുൾ ആണ്, ഇച്ചിരി വേദനയുള്ള കാര്യമാണ്. ഉടുപ്പെടുത്ത് കളയാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, 10 സെക്കൻഡ് പോലും വേണ്ട. പക്ഷേ ആ ജീവിതത്തിന്റെ ഭാഗമായി ഇത്രയും നാള് താലോലിച്ചു കൊണ്ടുവന്നതാ പലതും. ഏത് ആ പഴയ ഉടുപ്പുണ്ടല്ലോ, ആ നാർന്ന ഉടുപ്പ് നമുക്ക് ഇപ്പോഴാണ് നാർന്നതാണെന്ന് തോന്നിയത്. ഇത്രയും നാളും നമുക്കത് പഴയതല്ലായിരുന്നു, നമ്മുടെ കൂടെപ്പിറപ്പാണ്. നമ്മളതിനെ താലോലിച്ച് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നതാ. ഇപ്പോൾ ക്രിസ്തുവിനോട് അടുത്തപ്പോൾ ആ ആത്മീയ സെൻസേഷൻ ബോധം ജീവിതത്തിൽ പ്രവേശിച്ചപ്പോഴാണ് മനസ്സിലായത്, ഓ ഞാൻ ഇത്രയും നാൾ കൊണ്ടുനടന്ന ഈ ഉടുപ്പ് ഇതൊരു നാർന്ന ഉടുപ്പാണ്, ഇത് പഴയ ഉടുപ്പാണ്, ഇതൊരു കറ പിടിച്ച ഉടുപ്പാണ്, എനിക്ക് ചേരുന്ന ഉടുപ്പല്ല എന്ന ബോധ്യം വന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ അത് ഉരിഞ്ഞു കളയുക എന്ന് പറയുന്നത് എത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് നമ്മുടെ പാർട്ടാണത്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ, ശരീരത്തിന്റെ, മനസ്സിന്റെ, ചിന്താഗതികളുടെ ഇതിന്റെ എല്ലാം കൂടെ ഭാഗമായിട്ട് നമ്മൾ ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒന്നാണ്. എന്നാൽ അപ്പോസ്തലൻ പറയുക, അതെടുത്ത് കളയുക. കർത്താവിന് സ്തോത്രം. അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവരെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ. അത് പ്രത്യേകിച്ച് ഈ നാട്ടിൽ വന്നു കഴിയുമ്പോഴാണ് ഇതെല്ലാം ഈ നാണം കെട്ട കാര്യങ്ങളെല്ലാം നാണമില്ലാത്തതായിത്തീരുന്ന ഒരു രാജ്യം. ലജ്ജയായതിൽ മാനം തോന്നുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മാന്യത ഇന്നതാണെന്നൊരു ചിന്താഗതിയുണ്ട്. ഇവിടെ വരുമ്പോൾ മാന്യത വേറെ ഒന്നാണെന്നൊരു ചിന്താഗതി. അതിന്റെ കാരണം എന്താണ്? ഇവിടെ പറഞ്ഞേക്കുന്നതാണ് അതിന്റെ കാരണം. ഇങ്ങനെ ഒരു കുഴപ്പം അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് താല്പര്യം ഉണ്ടാകുന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ആ അയോഗ്യമായതിനോട് അത് പ്രവർത്തിക്കുവാനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതിന്റെ വിശദീകരണങ്ങൾ ഇങ്ങനെ ഓരോ അവിടെ പോകണ്ട. അപ്പോസ്തലൻ അത് വിശദീകരിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം. ഇതിന്റെ അവസാനം പറഞ്ഞേക്കുക, സ്വർഗത്തിലെ ദൈവം അവരെ അതിനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. വാസ്തവത്തിൽ ഈ ലോക ജീവിതത്തിൽ അതാണ് ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, ന്യായവിധി എന്ന് പറയുന്നത്. അധപ്പതിച്ചതിന് ദൈവം ഒരു മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവനതിന്റെ സെൻസേഷൻ ഒന്നുമില്ല, അവൻ അതിൽ കംഫർട്ടബിളാണ്. പന്നി ചെളിക്കകത്തി കിടന്നുള്ളിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന പോലെ തന്നെ ചെളിക്കകത്തി കിടന്ന ഒരുത്തിനുണ്ട് അവൻ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാന്ന് പറയുന്നത് ദൈവം അവനെ അതിനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. അതൊരു വലിയ ന്യായവിധിയാണ്. ഈ ലോകത്തിലെ തന്നെ മനുഷ്യന്റെ മേൽ ദൈവം വെച്ചേക്കുന്ന ന്യായവിധിയാണ്. ഒരുവനെ ഈ സ്വഭാവത്തിന് അവനങ്ങ് രക്ഷപ്പെടാതെ കിടക്കുക എന്ന് പറയും. ദൈവം കുറെ കഴിയുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തോട് ആ സെൻസേഷനിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ദൈവം അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അവർ അന്ധബുദ്ധികളായി ആകയാൽ അത്യാഗ്രഹത്തോടെ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളോ ക്രിസ്തുവിങ്കൽ നിന്ന് ഉപദേശം ലഭിച്ചെങ്കിൽ. യെശയ്യാ 54-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്,
നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും. ദൈവം കൊടുത്തേക്കുന്ന ഒരു വലിയ വാഗ്ദത്തമാണ്. ഓരോ ദൈവവചനത്തെയും ദൈവം ഉപദേശിച്ചെടുക്കുക, ദൈവം ഉപദേശിച്ചെടുക്കുക. കർത്താവിന് സ്തോത്രം. ആ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. നമ്മളെ ഓരോരുത്തരെയും ഇൻഡിവിഡ്വൽ ആയിട്ട് ഒരു ഇൻസ്ട്രക്ടറിനെ, ഒരു ടീച്ചറിനെ നമുക്ക് ഓരോരുത്തർക്കും തന്ന് നമ്മെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. നമ്മളോ നിങ്ങളോ അങ്ങനെ അല്ലല്ലോ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചത്. വേദപുസ്തകത്തിൽ ദൈവമക്കൾക്കുള്ള പേര് ശിഷ്യന്മാരെന്നാണ് അല്ലേ? സ്തോത്രം. വിശ്വാസി എന്ന് നമ്മൾ പിന്നീട് ഇട്ട പേരാണ്. അതൊരു നല്ല പേരല്ലതാണ്. വേദപുസ്തക പ്രകാരം ഒരു ശരിയായ പേരല്ല. വേദപുസ്തകത്തിൽ ആരെയും വിശ്വാസി എന്ന് വിളിച്ചിട്ടേ. വേദപുസ്തകത്തിൽ വിളിച്ചേക്കുന്ന മുഴുവൻ വിശ്വസ്തന്മാരെന്നാണ്. അതാണ് നമ്മൾ വിശ്വാസി എന്ന് മാറ്റി വെച്ചേക്കുന്നത്. എന്റെ നീതിമാൻ അങ്ങനല്ല ബൈബിൾ എഴുതി. എന്റെ നീതിമാൻ അവന്റെ വിശ്വസ്തത കൊണ്ട് ജീവിക്കും. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവിടെ എഴുതിയേക്കുന്നത് എന്റെ നീതിമാൻ അവന്റെ വിശ്വസ്തത കൊണ്ട്. പുതിയ നിയമത്തിലും ഓരോ ലേഖനത്തിലും എഴുതിയേക്കുന്നത് വിശുദ്ധന്മാരും വിശ്വാസികളും എന്നല്ല, വിശ്വസ്തന്മാരുമായവർക്ക് എഴുതുന്നത്. തമ്പുരാനായി ഉഴപ്പം പേടൊന്നും ഉപയോഗിച്ചിട്ടില്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ അതൊരു ഉഴപ്പം പേട. ഏതൊരുത്തരും വിളിക്കാൻ കൊള്ളാം. നീ വിശ്വാസിയാണോ? ആ വിശ്വാസം. എന്നാൽ ഒരുത്തോട് ചോദിക്കണം, നീ വിശ്വസ്തനാണോ എന്ന് ചോദിച്ചാൽ ചങ്കിടിക്കുന്നുണ്ട്. മറുപടി പറയാൻ ഇച്ചിരി താമസം. എടുത്ത വായിക്കുമ്പോഴോട് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവരൊക്കെ ചുമക്കി മൂടുകയൊക്കെ ചെയ്യും. പക്ഷെ വേദപുസ്തകത്തിലെ പദങ്ങളെല്ലാം അങ്ങനെ ദൈവം പറഞ്ഞേക്കുന്നത്. ഓരോ പദത്തിനും വളരെ കൃത്യമായ, വ്യക്തമായ, വളരെ നിർമ്മലമായ, ആഴമേറിയ അർത്ഥമുള്ള പദങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദൈവമക്കൾക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞേക്കുന്ന പേര് ശിഷ്യന്മാരെന്ന്. ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. കർത്താവിന് സ്തോത്രം. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? പഠിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ലേണർ, പഠിക്കുന്നവനാണ്. അന്നത്തെ കാലത്ത് പുസ്തകങ്ങളൊന്നുമില്ല. ശിഷ്യനാകണമെങ്കിൽ എന്ത് വേണം? ഗുരുവിന്റെ കൂടെ നടക്കണം. നമ്മുടെ നാട്ടിൽ പണ്ട് പറയുന്നത് ഗുരുകുലം എന്ന് പറയുന്ന പോലെ ഗുരുവിന്റെ കൂടെ നടക്കണം. ഗുരു പറയുന്നത് കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, കേൾക്കുന്നത് ഉടനെ അങ്ങ് മനഃപ്പാഠമാക്കണം, ഹൃദയസ്ഥമാക്കണം, മനഃപ്പാഠമാക്കണം. പുസ്തകവും നോട്ട്ബുക്കും ഒന്നുമില്ല. അപ്പൊ പറയുന്നത് മുഴുവൻ ലേൺ ചെയ്യണം, പഠിക്കണം, ഹൃദയത്തിലേക്കണം. അപ്പോൾ അങ്ങനെ ഗുരുവിൽ നിന്ന് പഠിച്ച് ഹൃദയസ്ഥമാക്കുന്നവന്റെ പേരാണ് ശിഷ്യൻ. ശിഷ്യൻ. ഒരു ദൈവവേദന ആരാണ്? ശിഷ്യൻ. എന്താണ് അവൻ ശിഷ്യനായത്? യേശുവിന്റെ വാക്കുകൾ അവന്റെ അകത്ത്, ഹൃദയത്തിനകത്ത് വസിപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നു. സോ ഗുരുവിന്റെ വാക്കുകൾ ആ ശിഷ്യന്റെ അകത്ത് വസിക്കുന്നു. അപ്പോൾ വചനം വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ക്രിസ്തുവിനോട് അങ്ങനെ അല്ല പഠിച്ചത്. ശിഷ്യനെ, നീ ഗുരുവിൽ നിന്ന് പഠിച്ചത് എങ്ങനെയാണ്? ആ പഠിച്ചതിനനുസൃതമായി ജീവിക്കുക. ഇങ്ങനെ അല്ല നമ്മൾ പഠിച്ചത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അത് നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ അല്ല പഠിച്ചത്. ഹല്ലേലൂയ. ഇങ്ങനല്ല. കർത്താവിന് സ്തോത്രം. അതിന്റെ വിശദീകരണം പിന്നെയും പറയുക, മുമ്പിലത്തെ നടപ്പ് എന്ന് പറഞ്ഞാൽ പഴയ ഉടുപ്പിട്ടുകൊണ്ട് നടന്ന കാലത്തെ നടപ്പ്. ആ നടപ്പ് സംബന്ധിച്ച് അതെങ്ങനെയായിരുന്നു? ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യൻ. ആ പഴയ ഉടുപ്പിട്ടുണ്ടപ്പോ എങ്ങനെയായിരുന്നു? മുമ്പേ പറഞ്ഞതിന്റെ ബാക്കി ചതിമോഹങ്ങൾ.
കുറെ ആഗ്രഹങ്ങളൊക്കെ അകത്തുണ്ടായിരുന്നു. പക്ഷെ ആ ആഗ്രഹങ്ങളുടെ പേരെന്താണ്? ചതിക്കുന്ന ആഗ്രഹങ്ങൾ. മുമ്പേ പറഞ്ഞ പോലെ ബിരിയാണി, അവിടുത്തെ ബാംഗ്ലൂരിലാണ് താമസം, പക്ഷെ അവിടുത്തെ ബിരിയാണി തിന്നണമെന്നൊരു താല്പര്യം. ഉടനെ അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലൈ ചെയ്ത് അവിടെ ചെന്ന് ബിരിയാണി തിരിച്ച് വീണ്ടും ബാംഗ്ലൂർ വന്ന് അടുത്ത ബാങ്കിൽ കയറി മൂട്ടിക്കുക. അതെന്തുമായിരുന്നു? ആ മോഹം എന്തുമായിരുന്നു? ചതിമോഹമാണ്, കൊല്ലുന്ന മോഹമായിരുന്നു. അവനെ കൊന്നു ഇല്ലാതാക്കി. അവനെ മാത്രമല്ല, ഒരു വീട്ടുകാര്, അവന്റെ കുടുംബത്തിലുള്ള ഒരെണ്ണവും ഇനി ഗതി പിടിക്കത്തില്ല. ഒരെണ്ണത്തിന് ഒരിടത്തുനിന്ന് ഒരു കല്യാണവും കിട്ടത്തില്ല. ഒരെണ്ണവും ഇനി അവന്റെ വീട്ടിലുള്ളതാന്ന് ഇനിയും ആയുസിൽ പറയത്തുമില്ല. നമുക്കെല്ലാം അറിയാവുന്ന കുടുംബത്തിലെ തന്നെ ഞാൻ പറയുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ചതിക്കുന്ന മോഹങ്ങൾ, ചതിക്കുന്ന മോഹങ്ങൾ, നശിപ്പിക്കുന്ന ആഗ്രഹം, കൊല്ലുന്ന ആഗ്രഹം, ഇല്ലാതാക്കുന്ന ആഗ്രഹം. ആ പഴയത് ആ ഉടുപ്പിട്ടപ്പോൾ ചതിമോഹങ്ങളാൽ പിന്നെ ജീവിതം എന്തായിപ്പോയി? വഷളായിപ്പോയി. കറപ്റ്റ്, ഡീക്കേയിങ്. നിന്റെ ജീവിതം, നിന്റെ ശരീരം, നിന്റെ മനസ്സ്, നിന്റെ വ്യക്തിത്വം ഇങ്ങനെ ചീഞ്ഞു ചീഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതില്ല, പകർച്ചവ്യാധി പോലായിരുന്നു. ഒരിടത്തൊരു മോഹം കേറിയിട്ട് ആ മോഹം മറ്റേ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും പതുക്കെ വൈറസ് കേറുന്ന പോലെ കേറി അങ്ങ് കറപ്റ്റിംഗ്. ഒരാഗ്രഹം മതി, ബാക്കി എല്ലാത്തിനെയും കയറി പിടിച്ച് എല്ലാത്തിനെയും ചീഞ്ഞ് നാറ്റിക്കളയുന്ന കറപ്റ്റിംഗ്, ഡീക്കേയിങ്, ചെതല് കയറുന്ന പോലെ നമ്മുടെ നാട്ടിൽ. ഒരിടത്തൂടെ കയറിയാൽ മതി, നല്ല ആരോഗ്യമുള്ള തടി. കുറച്ചു നാൾ കഴിയുമ്പോ പണ്ട് ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. 400 വർഷം പഴക്കമുള്ള ഒരു മരം, അതെ, 3 പ്രാവശ്യം അതിൽ ഇടിവെട്ടി. എന്നിട്ടും അത് പോയില്ല, അത് കയറി വന്നു. പിന്നെ പലതവണ റോഡ് സൈഡ് പലതവണ വണ്ടി ഇടിച്ചിട്ടും അതിന് ഒന്നും പറ്റിയില്ല. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഇതാണ് പൊത്തോന്ന് താഴെ കിടക്കും. നോക്കിയപ്പോഴാണ് ഈ എറുമ്പെന്ന് പറയുന്ന ഒരു കുരിക്കാ ജീവി ഇതിനകത്തൂടെ കയറി, ഇതിന്റെ അകത്തൂടെ അത് കയറിയിട്ട് ഇതിന്റെ കാതൽ തൊട്ടങ്ങ് തിന്ന് ഒരു സുപ്രഭാതത്തിൽ പൊത്തുപോന്ന് താഴും. അപ്പോൾ ഇടിവെട്ടി ഏശാത്തത്, കരണ്ടിന് ഏശാത്തത്, വണ്ടി വന്നിടിച്ചിട്ട് ഏശാത്തത്, ഇതൊന്നും കൊണ്ട് ഏശിയില്ല. പക്ഷേ ഒരു ചെറിയ സാധനം വന്ന് കറപ്റ്റിംഗ്. ഹല്ലേലൂയ. എത്രയോ വലിയ മനുഷ്യരെ ഒരു ചതിക്കുന്ന ആഗ്രഹം അകത്ത് കയറിയിട്ട് അവരെ കൊത്തൂന്ന്. ഈ രാജ്യത്ത് തന്നെ ഉണ്ടല്ലോ പ്രസിഡന്റുമാർ എത്ര എണ്ണമോ അപ്പോ വെള്ളൂന്ന് താഴെ വീണത്. എന്താണ് അതിന്റെ കാരണം? ഒരു ചതിമോഹം അകത്ത് കയറി അവനെ കുത്തി 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 പോത്തോന്ന് താഴെ ഇട്ടു. ഞാൻ ആളുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവരെയും അറിയാവുന്ന. കർത്താവിന് സ്തോത്രം. ഒരെണ്ണം ഇതിലെ കയറിയാ മതി, ആ കുടുംബം കൂടെ പോകാൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ ഹല്ലേലൂയ ഉപേക്ഷിച്ച്, കർത്താവിന് സ്തോത്രം, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച ഹല്ലേലൂയ ദൈവവേദനയോട് പറയുക, കർത്താവിന്റെ വേദനയിലെ നിന്റെ അകത്ത് എന്തുണ്ട്? നിന്റെ അകത്ത് ആത്മാവ്. സ്തോത്രം. ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ഈ ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? മറ്റേത് ഡീക്കേ, അതിങ്ങനെ പുഴുക്കുത്തി ഇങ്ങനെ കുത്തി 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 ഇല്ലാതാക്കുന്നതാണ്. എന്നാൽ നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? അതിങ്ങനെ പുതുക്കുന്നതാണ്. അത് നശിപ്പിക്കുന്നതല്ല, പിന്നെ ഡേ ബൈ ഡേ പുതുക്കുന്നതാണ്. ഹല്ലേലൂയ. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. കർത്താവിന്റെ സ്തോത്രം. നിന്റെ ശരീരം പുതുകത്തില്ല, അത് 50 കഴിഞ്ഞ് 60 ആവും, 60 കഴിഞ്ഞ് 70 ആവും, 70 കഴിഞ്ഞ് 80 ആവും, അങ്ങനെ തന്നെ പോകും. എന്നാൽ നിന്റെ അകത്തെ മനുഷ്യനെ ഓരോ ദിവസം കഴിയും തോറും പുതുക്കിക്കൊണ്ടിരിക്കാൻ കഴിയുന്നതാ. മറ്റേ പഴയ ഉടുപ്പിട്ടപ്പോൾ അന്നും അകത്തെ മനുഷ്യനെ ചതുക്കിച്ച് കളഞ്ഞത്. എന്നാൽ ആത്മവ്യാപാരം ഉണ്ടാകുമ്പോൾ നിന്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു വരുന്നു. അവന്റെ യൗവനം പുതുകി
ജീവനുള്ളവനായി തീരുന്നു, അവൻ ഓജസ്സുള്ളവനായി തീരുന്നു. 10ഉം 80ഉം വയസ്സുള്ള ദൈവമക്കളെ എനിക്കറിയാം. കർത്താവിന് സ്തോത്രം. ദൈവവചനത്തിന് വേണ്ടിയുള്ളവരുടെ ഉശിര്, കർത്താവിന്റെ നാമത്തിന് വേണ്ടിയുള്ളവരുടെ തീക്ഷ്ണത, അവരുടെ ഉപദേശത്തിന് വേണ്ടിയുള്ള അവരുടെ സ്റ്റാൻഡ്. ഹല്ലേലൂയ. 60 കൊല്ലം ദൈവവേദനായി ജീവിച്ചിട്ടും ആ ഉശിരിന് ഒരു കുഴപ്പവും പറ്റാതെ ആ 80ാമത്തെ വയസ്സിലും തീക്ഷ്ണതയോടെ. കാരണം ഉള്ളിലെ ആത്മാവ് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാത്മാവ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹല്ലേലൂയ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ഹല്ലേലൂയ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. നമ്മളോട് പറയുക, വീണ്ടും പുതു മനുഷ്യനെ ധരിക്കണം. ഏത് മനുഷ്യനെ? ദൈവാനുരൂപമായി സൃഷ്ടിച്ച ആ പുതു മനുഷ്യനെ ധരിക്കണം. അതെന്തിനാ? എന്നെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമില്ലേ. പിന്നെ എന്തിനാ പിന്നെ ധരിക്കുന്നത്? അത് പോയി. അതാണ് പഴയ ഉടുപ്പായത്. ചീഞ്ഞ് നാറിപ്പോയി ആ ഉടുപ്പ്. കർത്താവിന് സ്തോത്രം. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ആ കുരുടനെ ആ അന്ധനെ കർത്താവ് നാട്ടുകാരൻ നിന്നെ വിളിക്കുന്നതാന്ന് പറഞ്ഞു. അവനെ അവിടെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ പുതപ്പിട്ടിട്ടെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പുതപ്പ് തെറിച്ചിട്ടെന്നാണ് ശരിക്കും എഴുതിയിരിക്കുന്നത്. അവൻ പുതപ്പ് എറിഞ്ഞിട്ട് ഓടിച്ചെന്നിട്ട് കർത്താവ് അവനോട് ചോദിച്ചു, നിനക്ക് എന്തോ വേണം? അപ്പൊ അവനെന്തോ പറഞ്ഞു? ഗുരു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. കർത്താവിനോട് ഒറ്റ വായി തന്നെ പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ നിന്റെ വഴിക്ക് പോയിക്കോളാം. അവിടെ അങ്ങനെ എഴുതിയേക്കും. നീ നിന്റെ വഴിക്ക് പോയിക്കോളാൻ പറഞ്ഞു. നിന്റെ വഴിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അവിടെ എഴുതിയേക്കുന്ന അവനോ യേശുവിന്റെ വഴിയിൽ അനുഗമിച്ചെന്നാണ്. അവനോട് പറഞ്ഞു നിന്റെ വഴിക്ക് പോയിക്കോ. പക്ഷെ അവന്റെ വഴിക്ക് പോയില്ല. പഴയ പുതപ്പെടുക്കാനും പോയില്ല. അതിന് തെരഞ്ഞിട്ടാണ് അവൻ പോയത്. കാരണം അത് തെണ്ടക്കാരന്റെ പുതപ്പായിരുന്നു. അത് പഴയ പുതപ്പായിരുന്നു. അത് പന്ന പുതപ്പായിരുന്നു. ഇത്രയും നാൾ കൊണ്ടു നടന്നതായിരുന്നു. ഇനി അതെടുക്കാനല്ല പോയത്. കർത്താവ് പറഞ്ഞു നിന്റെ വഴിക്ക് പോയിക്കോളാം പറഞ്ഞെങ്കിലും പിന്നെ ആ വഴിക്കല്ല അവൻ പോയത്. അവൻ യേശുവിന്റെ വഴി, അങ്ങനെ ആ പദം യേശുവിന്റെ വഴിയേ കൂടെ അവൻ പോയി. ഹല്ലേലൂയ. അപ്പോൾ ദൈവാനുരൂപമായി സൃഷ്ടിച്ച പുതുമനുഷ്യന്റെ ഉടുപ്പുണ്ട്. ആ നല്ല ഉടുപ്പ്, ആ പുതിയ ഉടുപ്പ്, ആ മണമുള്ള ഉടുപ്പ്, ആ മനോഹരമായ ഉടുപ്പ്. ഹല്ലേലൂയ. ഇതൊന്നും ഏശാത്ത നല്ല ഉടുപ്പ് അതെടുത്ത് ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വേദഭാഗങ്ങൾ ശരിക്കും ദൈവമക്കളായ നമ്മളോട് എന്താ പറയുന്നത്? കർത്താവിന് സ്തോത്രം. നമ്മൾ 10, 15, 20, 30 കൊല്ലം വിശ്വാസികളായി ജീവിച്ചു കഴിഞ്ഞാലും പിന്നെയും ആ ഉരിഞ്ഞു കളയേണ്ട ചിലതൊക്കെ ഉണ്ട്. അവസാന ശ്വാസം പോകുന്നവരെയും ഉരിഞ്ഞ് കളഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവിന് സ്തോത്രം. അതുരിഞ്ഞ് കളയുകയും വേണം. അന്നേരം കൊണ്ട് അത് പുതുക്കം പ്രാപിക്കുന്നു. പുതുക്കം പ്രാപിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പുതിയ വസ്ത്രം ഒന്നെടുത്ത് കളയുകയും മറ്റേത് ധരിക്കുകയും. ഒന്നെടുത്ത് കളയുന്നു, മറ്റേത് ധരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രമാണം നമ്മോട് പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ ആരും നമ്മുടെ പൊങ്ങച്ചോ പിടിച്ചോണ്ടിരിക്കരുത്. ആ പഴയ പാട്ടുകാരൻ ഭാരതത്തിൽ പാട്ടുണ്ടല്ലോ, ലോകം തരും സുഖം എനിക്ക് വേണ്ട, കേമന്മാർ ലിസ്റ്റിലൻ പേരും വേണ്ട, യേശുവിനെ പ്രതി സങ്കടങ്ങൾ വെഹു, നിന്ദകൾ സഹിക്കുന്ന ജീവൻ മതി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ ഈ പ്രമാണം, ഈ പുതിയ വസ്ത്രത്തെ കുറിച്ച് വളരെ ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രമാണമാണ് നമ്മുടെ പ്രമാണം. കർത്താവിന് സ്തോത്രം. പലരും ആ പുതുവസ്ത്രം നഷ്ടപ്പെടുത്തി വരാം. നമ്മുടെ പിശാചി തന്നെ അവന് നമ്മളെക്കാളൊക്കെ നല്ല സൂപ്പർ വസ്ത്രം അവനുണ്ടായിരുന്നു. അവനത് കളഞ്ഞിട്ട് ചാടി പോന്നവനാ. അവനും ചതിക്കപ്പെട്ടു പോയി. അവനും അങ്ങനെ അവൻ വഷളായിപ്പോയി. അവൻ ബാക്കിയുള്ളവരെ എല്ലാം വഷളാക്കാൻ നടക്കുക. കാരണം അവന്റെ വസ്ത്രം പോയി. അവനിനി കിട്ടത്തുമില്ല. നമുക്ക് തന്ന പോലെ ഒരു ഓപ്ഷൻ അവന് പണ്ടാരാണ് പറഞ്ഞ പോലെ മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്താൽ ആദ്യം അവനായിരുന്നു പിശാച് മാനസാന്തരപ്പെട്ടു.
നിങ്ങളെല്ലാവരും സ്വപ്നം കാണുമല്ലോ. മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തായിരുന്നെങ്കിൽ ആദ്യമേ പിശാച്, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ അവന് കൊടുത്തിട്ടില്ല. അവനില്ല അവനൊരു അവസരം. നമുക്കൊക്കെ അതിന് അവസരം തന്നിട്ടുള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ ജോലി അവൻ വഷളായി പോയി. അവൻ ബാക്കി എത്രയും എണ്ണത്തിനെ കൂടെ വഷളാക്കാൻ പറ്റും. കർത്താവിന് അവന്റെ ജോലി വഷളാക്കുന്ന ജോലിയാണ്. കാരണം അവന്റെ വസ്ത്രം എന്നേക്കുമായിട്ട് അവന് നഷ്ടപ്പെട്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിശദീകരണമൊക്കെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എത്ര സൂപ്പർ വസ്ത്രമായിരുന്നു, പക്ഷെ ഇനി അവന് ഒരിക്കലും കിട്ടത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. യേശു കർത്താവ്, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിന്റെ വസ്ത്രങ്ങളൊക്കെ കർത്താവ് എങ്ങും വേണ്ടാന്ന് വെക്കുകയായിരുന്നു. അല്ലെങ്കിൽ കർത്താവ് ഇവിടെ വരാനൊക്കത്തില്ലായിരുന്നു. കർത്താവ് ഓരോരോ വസ്ത്രങ്ങൾ സ്വർഗത്തിലെല്ലാം അങ്ങ് ഉരിഞ്ഞു വെച്ചു. ഇല്ലെങ്കിൽ ഈ മറിയയുടെ മോനായിട്ട് ഈ ബേത്ലഹേമിൽ ഈ കാലിത്തൊഴുത്തിൽ വന്ന് ജനിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവന്റെ വസ്ത്രങ്ങളെല്ലാം അവൻ അവിടെ വെച്ചു. അവിടെ വെച്ചത് മാത്രമല്ല, ഇവിടെ വന്നിട്ടും ഓരോ ദിവസവും അവന്റെ ആ മഹിമയുടെ വസ്ത്രങ്ങളൊക്കെ പിന്നെ വേണ്ടാന്ന് വെക്കുകയായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ വന്നതിന് ശേഷവും നമ്മുടെ കർത്താവിനെ കുറിച്ച് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അവൻ തന്നെത്താൻ താഴ്ത്തി. എന്നിട്ട് എവിടം വരെ താഴ്ത്തി? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം ഏറ്റവും താഴ്ത്തി. അവന്റെ വസ്ത്രം കൂടെ അവൻ എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവസാനം കൊണ്ട് നിർത്തിയത് 2 കള്ളന്മാരുടെ നടുക്ക്. നമ്മൾ സാധാരണ കാണുന്നത് യേശു കർത്താവ് 2 മെഴുകുതിരിയുടെ നടുക്കൊക്കെയാണ് ഇവിടെയൊക്കെ കലണ്ടറിനകത്തൊക്കെ കാണുന്നത്. അല്ലെ 2 ദൂതന്മാർ അവിടെ ഇവിടെ ഇങ്ങനെ പറന്ന് നിന്നുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവിനെ നിർത്തിയത് അങ്ങനൊന്നും അല്ലായിരുന്നു. 2 കള്ളന്മാരുടെ നടുക്കാ കൊണ്ട് നിർത്തിയത്. കർത്താവിനെ ഇങ്ങനെ ഉരിയുവാൻ, അതിനു മുമ്പേ തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകാൻ തന്നെ അവൻ അങ്കി ഊരി വെച്ചു. അവനൊരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി. അപ്പോൾ കർത്താവ് ഓരോ ദിവസവും ഈ ലോകത്തിൽ വന്ന് കഴിഞ്ഞിട്ടും അവന്റെ അങ്കി എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ഉരിഞ്ഞ് ഹല്ലേലൂയ. ആ നിന്ദയും അപമാനവും എല്ലാം സഹിച്ചുകൊണ്ടാണ് അവൻ കാൽവറിയിൽ 2 കള്ളന്മാരുടെ നടുക്ക് നിൽക്കുമ്പോ അവിടെയും അവന്റെ മഹത്വം മുഴുവൻ ഉരിഞ്ഞു കളയുക. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഏത് അധപ്പതിച്ചവനെയും, ഏത് വഴിയില്ലാത്തവനെയും, ഏത് സാധ്യതയില്ലാത്തവനെയും കർത്താവ് കാണിക്കുക. ഇതിനെക്കാട്ടി താണവൻ ആരും ഈ ലോകത്തിലില്ല. ദൈവം പറയുക, എന്റെ പുത്രന്റെ അത്രയും താണവൻ ആരും മനുഷ്യവർഗത്തിലില്ല. എന്റെ പുത്രന് പൊക്കാൻ വയ്യാത്തവരാരുമില്ല. അതുപോലെ എന്റെ പുത്രൻ താണു. ഹല്ലേലൂയ. അങ്ങനെ താണു തന്റെ മഹത്വം എല്ലാം കൊടുത്തു. കർത്താവിന് സ്തോത്രം. കർത്താവ് പ്രസംഗിച്ചപ്പോൾ നമ്മോട് പറഞ്ഞു, കോടിത്തുണി കണ്ടം. അതൊക്കെ പണ്ടത്തെ കാലമാണ്. ഈ കാലത്ത് അതൊന്നുമില്ല. നമ്മൾ കീറുന്നതിന് മുമ്പേ എടുത്ത് നമ്മൾ കളയും. പണ്ടത്തെ കാലത്ത് കീറി കഴിഞ്ഞിട്ട് വീണ്ടും തയ്ച്ചു വെക്കുമായിരുന്നു. എന്നാൽ പഴയ തുണിയുടെ കീറി കഴിഞ്ഞാൽ അത് പുതിയ തുണിയും കൊണ്ട് തയ്ച്ചു വെക്കത്തില്ല. പിന്നെ പഴയ തുണി കൊണ്ട് മാത്രമേ. എന്താ കുഴപ്പം? അത് എല്ലാ പുതിയ തുണി ആദ്യം നനയ്ക്കുന്ന സമയത്ത് അത് വലിഞ്ഞ് ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ ഈ പഴയത് അത് മറ്റേതിനെ വലിച്ചൊരു കീറലും കീറും. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ കീറിപ്പോയ വിശുദ്ധന്മാർ ഒരുപാട് ലോകത്തുണ്ട്. പഴയത് ഉരിഞ്ഞ് കളയാതെ പുതിയത് കുറെ വെച്ചു. പഴയതെല്ലാം ഉരിഞ്ഞ് കളഞ്ഞുമില്ല. പണ്ടൊരു സോൾജിയറിനെ സ്നാനം പിടിച്ചപ്പോ പറഞ്ഞ് ഈ കൈ വെടി വെച്ചേക്കുക, അതിന് പതനത്തിന് ഇനി വെടിവെക്കാനുണ്ട്. അതുകൊണ്ട് സ്നാനപ്പെടുമ്പോ എന്റെ കൈ എല്ലാം ഉരിഞ്ഞ് കളയാതെ കുറെ പുതിയ എടുത്തിടുകയും ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കീറൽ വലുതായി പോകും. കാര്യം ശരിയാവുമല്ല, കീറൽ വലുതാകുക. പഴയ തുരുത്തി പുതിയ വീഞ്ഞും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തുരുത്തിയും പൊളിച്ചുകൊണ്ട് ഡുമെന്നും പറഞ്ഞാണെല്ലാം വിളിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവിനെ പ്രാർത്ഥിക്കാനായി പോയപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, അവന്റെ വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ വസ്ത്രം അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകാശം
റേഡിയേറ്റ് ചെയ്യുന്ന ഒന്നായിട്ട് അവന്റെ വസ്ത്രം അങ്ങ് മാറിയത്. ആ വസ്ത്രത്തിലോട്ട് നോക്കിയപ്പോൾ പ്രകാശം ഇങ്ങനെ, റേഡിയേഷൻ ഇങ്ങനെ ആ ശരീരത്തിൽ നിന്ന് ആ വസ്ത്രത്തിൽ. ഹല്ലേലൂയ. എന്നോട് നിങ്ങളോട് പറഞ്ഞത് അതേലെ ഓരോ നമുക്ക് തരാവുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ സർദീസിലെ സഭയോട് സംസാരിക്കുമ്പോൾ അവിടെ പറഞ്ഞു, ഉടുപ്പ് മലിനമാകാത്ത ചിലർ എനിക്ക് അവിടെ ഉണ്ട്. കർത്താവിന് സ്തോത്രം. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. ദൈവവേദൻ അവൻ ഉരിഞ്ഞ് ഈ ലോകത്തിൽ തന്നെ കർത്താവിനെ ധരിച്ചുകൊണ്ട് ആ ആത്മീയ പോരാട്ടം കഴിച്ച് മറ്റതിനെ മേലാൽ ശരീരത്തിൽ കയറാൻ അനുവദിക്കാതെ അതിനെ ഉപേക്ഷിച്ച് ഉരിഞ്ഞു കളഞ്ഞ് അതിന്റെ വേദന സഹിച്ച് പുതിയതിന്റെ തേജസ് അനുഭവിച്ചുകൊണ്ട് അവൻ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണ്? എന്റെ നല്ല വസ്ത്രം, എന്റെ വെള്ള വസ്ത്രം എന്നെനിക്ക് കിട്ടും. അതിനു വേണ്ടി. ഹല്ലേലൂയ. അല്ലെ എന്റെ കല്യാണ വസ്ത്രം എന്നെനിക്ക് കിട്ടും. മത്തായി 22:14 എന്റെ കല്യാണ വസ്ത്രം എന്നെനിക്ക് കിട്ടും. സ്തോത്രം. പിന്നെ ഉരിയുകയും ഇടുകയും ചെയ്യത്തില്ല. ഒരിക്കലായിട്ട് എനിക്ക് മേടിക്കുകയും ഒരിക്കലായിട്ട് ഞാൻ അത് ധരിക്കുകയും പിന്നീട് ഒരിക്കലും ഞാൻ അത് മാറ്റേണ്ടി വരുന്നില്ല. അതെനിക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയ വസ്ത്രമാണ്. 45-ാം സംഗീതത്തിൽ നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ഹല്ലേലൂയ. ആ പ്രത്യേക അലങ്കരിക്കപ്പെട്ട വസ്ത്രം ഒരുക്കിക്കൊണ്ടാണ് കർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ആ വസ്ത്രം ഒരിക്കലായിട്ട് എന്നെ ധരിപ്പിക്കുക. പിന്നെ രണ്ടാമത് ഞാൻ ദൂരത്തുമില്ല, പിന്നെ വേറെ ധരിക്കേണ്ടി വരത്തില്ല. നിത്യത മുഴുവനും ഹല്ലേലൂയ ആ കർത്താവിന്റെ വസ്ത്രത്തിൽ നിന്ന് തേജസ് പുറപ്പെട്ടതുപോലെയുള്ളതായ ഒരുക്കിയെടുത്ത ആ കല്യാണ വസ്ത്രം, പ്രത്യേക വസ്ത്രം, ആ നിത്യമായ വസ്ത്രം, ഇതൊന്നും ഏശാത്ത, കറപിടിക്കാത്ത ഒരു പ്രത്യേക വസ്ത്രം, അത് മേടിക്കാൻ വേണ്ടി ഒരുക്കങ്ങളെ തികച്ചുകൊണ്ട് കാത്തിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ.